അപ്പൊ ഞാൻ ബാക്കിലിരിക്കും, മമ്മൂക്ക ഇങ്ങനെ സ്റ്റേജിൽ വരുന്ന ലൈക്ക് ഓ മമ്മൂക്ക അതെ അതെ. അപ്പൊ എന്നോട് ചിരിക്കും. എനിക്ക് കുറച്ച് പറയാനുണ്ട്. എനിക്ക് 10 പറയാനുണ്ടെന്ന്. യു ആർ ഓസം. ലാസ്റ്റ് പ്രൊഡക്ഷൻ കോൾസ് അപ്പ് ആൻഡ് പ്രൊഡക്ഷൻസിലേക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, മമ്മൂക്കയുടെ കൂടെയാണ്. there is only one scene and I'm like സ്ഥലം എവിടെന്ന് പറഞ്ഞു. സീനൊന്നും എനിക്കറിയില്ല, ലൊക്കേഷൻ ഉണ്ട്. ഞാൻ ഫസ്റ്റ് മമ്മൂക്കയുടെ നായികയുടെ ഫ്രണ്ട് ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രൊമോഷൻ കിട്ടി കലങ്കാവിൽ എത്തിയപ്പോ കാമുകി വരെ എത്തിയിട്ടുണ്ട്. അടുത്തത് ഭാര്യയായിട്ട് വേണമെങ്കിൽ ചെയ്യാം. നമുക്കിങ്ങനെ പറയുന്നുണ്ട്, പുതിയ പിള്ളേർ വന്നിട്ട് ഡയലോഗ് തെറ്റിക്കും, എന്നിട്ട് പറയും നമുക്ക് ഇരിക്കുമ്പോൾ ടെൻഷൻ ആയിട്ടാണെന്ന് പറയും. മര്യാദക്ക് ഡയലോഗ് പഠിക്കാതെ വന്നിട്ട് മമ്മൂക്ക ഞാൻ മമ്മൂക്ക കണ്ടിട്ടുള്ളൂ. ഐ സ്റ്റാർട്ടഡ് സ്വെറ്റിംഗ് ആൻഡ് മമ്മൂക്ക വാസ് ലൈക്ക് നീ എന്തിനാ ഇങ്ങനെ സ്വെറ്റ് ചെയ്യുന്നത്? അപ്പൊ ജസ്റ്റ് ലൈക്ക് ഞാൻ ആരുടെ അടുത്ത് ഇരിക്കുന്നത് പോലെ ഐഡിയ ഉണ്ടോ? ബുഗാഡി ഉണ്ടായിരുന്നു, കമ്മൽ, നല്ല ജുംക്കിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. തമിഴ് കുട്ടി ചിരിയുണ്ട്. അത് ഞാൻ ഇവളുടെ ചിരി വാസ് മൈ ഫേവറേറ്റ് പാർട്ട്. യെസ്, ഐ ആക്ടഡ് വിത്ത് മമ്മൂക്ക. നന്ദിയുണ്ടേ. ഇച്ചിരി കൂടെ മമ്മൂക്ക, ഇച്ചിരി കൂടെ ചില മുഖങ്ങൾ നമ്മൾ സിനിമയിൽ കുറച്ചു നേരം കാണുന്നുള്ളെങ്കിലും അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. അങ്ങനെയാണ് ചില റോളുകളുടെ ചില ക്യാരക്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതുപോലെ 3 ക്യാരക്ടേഴ്സ്, കളങ്കാവൽ സിനിമയിലെ 3 അടിപൊളി ക്യാരക്ടേഴ്സാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ലെറ്റ്സ് വെൽക്കം മേഘ, അനുപമ ആൻഡ് ധന്യ ഓൺ ടു ക്ലബ് FM. സ്വയമായി വെൽക്കം സ്വയമായി പറയുന്നതാണ് എൻ്റെ ഒരു പറ, എന്തൊക്കെ ഉണ്ട് കളങ്കാവൽ വിശേഷങ്ങൾ? അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല റിവ്യൂസ് ആണ് വന്നോണ്ടിരിക്കുന്നത്. എന്താ പറയാ, മമ്മൂക്കയുടെ മൂവി അപ്പൊ ഇത്രയും വലിയൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മൂവിയുടെ ഭാഗമാവാൻ പറ്റി. സൂപ്പർ ഹാപ്പി, സൂപ്പർ എക്സൈറ്റഡ്. അതൊക്കെയാണ് കറന്റ് വിശേഷങ്ങൾ. അതെ, മമ്മൂക്കയുടെ കൂടെ 23 നായികമാരല്ലേ? അതില് 3 നായികമാരാണ്. ആൻഡ് പറയൂ, ധന്യ പറയൂ, ഹൗ വാസ് ഇറ്റ്? അല്ല, ഭയങ്കര ക്ലീഷേ, ഹാപ്പി 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 ആണ്. ബട്ട് എന്താ, ഒന്ന് ആ സ്ക്രീൻ ഇപ്പൊ ചോദിക്കുമ്പോഴത്തേക്കിന് നമ്മള് മമ്മൂക്കയായിട്ട് ഷെയർ ചെയ്ത ആ മൊമെന്റ് ആണ് ഫ്ലാഷ് ബാക്ക് അടിക്കുന്നത്. പിന്നെ വരുന്ന റിവ്യൂസ് ആണ് വായിക്കാനും ആൾക്കാർ പേഴ്സണലി പറയുമ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ആസ് ആൻ ആക്ടർ. അത് കേൾക്കുമ്പോഴത്തേക്കിന് ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നത് ഭയങ്കര പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓവറോൾ മൂവി ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ ഷോസ്, ടിക്കറ്റ്സ് കിട്ടുന്നില്ല, അത് കേൾക്കുമ്പോ ഒരു സന്തോഷം. ടിക്കറ്റ്സ് കിട്ടുന്നില്ല കേൾക്കുമ്പോ ഒരു സന്തോഷം. പിന്നെ എക്സ്ട്രാ ഷോസ് ആഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോ ഓവറോൾ ഭയങ്കരവും അടിപൊളി ഒരു ഫീലിംഗ് ആണ് ഒരു മൂവി ഇത്രയും ആൾക്കാര് വെൽക്കം ചെയ്യുന്ന കാണുമ്പോ. സത്യം പറയൂ മേഘ, ഹൗ വാസ് ഇറ്റ്? അതെ, കലംകാവൽ എന്ന ഒരു സിനിമ, മമ്മൂക്ക ആൻഡ് വിനായകൻ, അവർ രണ്ടുപേരും ഇത്ര കാലങ്ങളായിട്ട് നമ്മള് ലൈക്ക് ഒരു തോട്ട് ദാറ്റ് മമ്മൂക്ക ഒരു നായകനും വിനായകൻ ക്യാൻ ബി എ വില്ലൻ, അങ്ങനത്തെ ഒരു കോൺട്രാഡിക്ടറി സംഭവം കൂടെ അവര് മാറ്റിയിട്ട് എന്താ നമ്മൾ ഈ സിനിമ കാണുമ്പോഴത്തേക്കും എന്താ കണ്ടന്റ്, അത് കഴിഞ്ഞിട്ട് അത് എടുത്തേക്കുന്ന രീതി, അത് കഴിഞ്ഞിട്ട് ഇത് പെർഫോം, എവറിത്തിങ് വാസ് ലൈക്ക് സോ ഗുഡ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഇപ്പം എല്ലാവരും അത് തിയേറ്റേഴ്സിൽ പോയിട്ട് കാണുന്നതും, ഇപ്പം പറഞ്ഞ പോലെ ഷോസ് കൂടുന്നതും, the talks about the cinema is too much. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിൽ it's really I'm like happy that ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാകാൻ പറ്റി. ഈ സാധാരണ ഇപ്പൊ നമ്മളൊരു മമ്മൂക്കയുടെ ഒക്കെ മൂവിയിൽ കൂടെ നിൽക്കുക എന്ന് പറയുന്നതിൽ ഓക്കെ, ഇറ്റ്സ് എ വെരി ഹ്യൂജ് തിങ്. പക്ഷെ നമുക്കുള്ളൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മമ്മൂക്ക ഒരു വില്ലൻ, അത് അമ്മാതിരി ഒരു വില്ലൻ റോളാണ് ചെയ്യണത്. അത് ആ വില്ലനാണെന്ന് അറിയാതെ പെട്ടു പോകണ 3 ആൾക്കാരാണ് നിങ്ങൾ. ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയത്? എനിക്ക് വന്നത്, ഞാൻ മമ്മൂക്കയുടെ കൂടെയും മമ്മൂട്ടി കമ്പനിയുടെ കൂടെയും ഇത് സെക്കൻഡ് മൂവിയാണ് ചെയ്യണത്. ഫസ്റ്റ് മൂവി ഡൊമിനിക് ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഡൊമിനിക്കിന് ശേഷം ഫസ്റ്റ് മൂവി ഡൊമിനിക്കിലേക്ക് എന്നെ കൊണ്ടുവന്നത് ശരിക്കും ജോർജ് സാറാണ്. ജോർജ് സാർ വഴിയാണ് ഡൊമിനിക്കിൽ റോൾ ചെയ്യണേ. കലങ്കാവിൽ വന്നപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഹഷ്മീരേട്ടൻ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയൊന്ന് ലൊക്കേഷനിലോട്ട് വരാമോ, അത് കണ്ടു നോക്കൂ വന്നിട്ട് എന്ന് പറഞ്ഞു. ലൊക്കേഷനിലോട്ട് പോയി ജിതിൻ ചേട്ടനെ മീറ്റ് ചെയ്തു, നമ്മുടെ ഡയറക്ടർ കെ ജോസ്. ആളിനെ മീറ്റ് ചെയ്തു. ചെറിയൊരു ലുക്ക് ടെസ്റ്റ് പോലെ ഒന്ന് പോയി ഡയലോഗ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കി. അങ്ങനെ
ഒരു ഓക്കെ അടിച്ചു. അങ്ങനെയാണ് ഞാൻ കളങ്കാവലിലോട്ട് വരുന്നത്. Okay. ചെയ്തപ്പോ ഈ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ കൂടെ ഒരു കോമ്പിനേഷൻ സീൻ എന്ന് പറയുന്നത് ആ ഓൾ ഓഫ് എ സഡൻ വന്നൊരു ചാൻസ് ആയതുകൊണ്ട് എനിക്കതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഉള്ളത് തന്നെയാണ്. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലും കൂടുതൽ ടെൻഷനായി. കാരണം ഇതെങ്ങാൻ ഇനി കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തകർന്നു, ഞാനങ്ങോട്ട് ഇല്ലാണ്ടായേനെ. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കിട്ടിയിട്ട് കട്ട് ചെയ്ത് പോകുന്നത് ഒരു വിഷമാണല്ലോ. അതെ അതെ. മേഘ, എൻ്റെ അടുത്ത് പ്രൊഡക്ഷൻ ഇങ്ങനെ കോൾ വന്നു. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത പ്രോജക്റ്റ് ശ്രീകാ ചിത്രം. അപ്പോൾ ആ സമയത്ത് മമ്മൂക്കേനെ ഞാൻ കണ്ടില്ല എന്നൊരു വൈബിലായിരുന്നു. ബിക്കോസ് മമ്മൂക്കയുടെ അതിനകത്ത് AI ആണല്ലോ. അപ്പൊ അതിലേക്കാര് ജസ്റ്റ് മിസ്. മേഘയാണ് അതിലെ സിസ്റ്റർ. മറ്റേ കഥകൾ പറയുന്നത് ആ AI ഉപയോഗിച്ചിരിക്കുന്ന ഷോട്ടിൽ പോലും ഞാനുണ്ട്. അപ്പൊ ഐ എം ലൈക്ക് ജസ്റ്റ് മിസ് ഒബ്വിയസ്ലി. ബട്ട് ദെൻ ബീങ് ആ മലയാളി, ബീങ് ആൻ ആക്ടർ, നമുക്കൊരു ഗ്രീഡ് കാണല്ലോ. ഇച്ചിരി കൂടെ മമ്മൂക്ക വേണം, ഇച്ചിരി കൂടെ വേണം. അപ്പൊ ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ ഒരു ഞായറാഴ്ച ചെയ്യുന്ന സമയത്ത് ശ്യാമപ്രസാദ് സാറും രഞ്ജിത്ത് സാറും VKP സാറും they all had done a theatre play കൊച്ചിയില്. അപ്പൊ അന്നാണ് ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കേനെ ഞാൻ കാണുന്നത്. പക്ഷെ മമ്മൂക്ക വാസ് എ ചീഫ് ഗസ്റ്റ്. അപ്പൊ ഞാൻ ബാക്കിലിരിക്കുന്നത്, മമ്മൂക്ക ഇങ്ങനെ സ്റ്റേജ് വരുന്ന ലൈക്ക് ദാറ്റ് ഇസ് ഇറ്റ്. അത് മാത്രമാണ് നടന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പ്രൊഡക്ഷൻ കോൾസ് അപ്പ് ആൻഡ് പ്രൊഡക്ഷൻസിലേക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, മമ്മൂക്കയുടെ കൂടെയാണ്. there is only one scene and I'm like സ്ഥലം പറഞ്ഞു. സീനൊന്നും എനിക്കറിയില്ല, ലൊക്കേഷൻ ഒബ്വിയസ്ലി ലൈക്ക് അത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ they were like ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണ്, ആൻഡ് ദെൻ ഈ സബ്ജക്റ്റ് ഇസ് ഓൾസോ എ വെരി ട്രൂ സബ്ജക്റ്റ് ആണിത്. അപ്പൊ ഇതെല്ലാം കൂടെ കേൾക്കുമ്പോഴത്തേക്കും ഐ വാസ് ലൈക്ക് വൈ നോട്ട്. ഒബ്വിയസ്ലി ലൈക്ക് എവറിത്തിങ് ഇസ് കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. ലൈക്ക് വൈ നോട്ട് കലംകാവൽ. അങ്ങനെ ഐ ഡിഡ് കലംകാവൽ ആൻഡ് ദെൻ യെസ് ഐ ആക്ടഡ് വിത്ത് മമ്മൂക്ക ആൻഡ് ഐ ഷെയർഡ് എ ഫ്രെയിം വിത്ത് മമ്മൂക്ക. യെസ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്. പക്ഷെ കൊതി തീർന്നിട്ടില്ല. ഐ ഡോണ്ട് തിങ്ക് ആർക്കും ഒരിക്കലും മതിയാവും. ടീസർ ലോഞ്ചിന്റെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഫസ്റ്റ് മമ്മൂക്കയുടെ നായികയുടെ ഫ്രണ്ട് ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രൊമോഷൻ കിട്ടി കലങ്കാവൽ എത്തിയപ്പോ കാമുകി വരെ എത്തിയിട്ടുണ്ട്. എന്തായാലും മമ്മൂക്കയുടെ കൂടെ ഭാര്യയായിട്ട് ചെറുതായിട്ട് അത്രേ ആഗ്രഹമുള്ളൂ അങ്ങനെ ഒന്ന് എത്തിയാൽ മതിയത്. ധന്യ ഒരു വെയിറ്റിംഗ് പീരീഡിലായിരുന്നു. ആൻഡ് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആണ് പ്രൊഡക്ഷനിൽ നിന്ന് കോൾ വന്നത്. അപ്പോ ഓരോ ടൈം ഓരോ വർക്ക് കഴിഞ്ഞ് അതിന്റെ രസമായിട്ടുള്ള റെസ്പോൺസ് കേൾക്കും, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ കാണുമ്പോഴത്തേക്കിന് ഭയങ്കര സന്തോഷമാണ്. ബട്ട് ഇൻ ബിറ്റ്വീൻ നെക്സ്റ്റ് വർക്കിലോട്ട് നല്ലൊരു പേഷ്യൻസ് ആയിട്ടുള്ള ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇതിന്റെ ഒരു ഭാഗമാണത്. അപ്പൊ ആ വെയിറ്റിംഗ് പീരീഡിൽ വന്നൊരു വർക്കിന്റെ കോളായത്. അപ്പൊ ഈ പറയുന്ന പോലെ ഇത്രയാണ് ഇതിന്റെ പോർഷൻസ്. ജിതിൻ ചേട്ടനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഇത്രയാണ് പോർഷൻസ്, അത് ഓക്കെ ആണെങ്കിൽ വി വിൽ ഗോ ഫോർവേഡ് എന്ന് പറഞ്ഞു. അപ്പൊ മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ ആൻഡ് ടീം വൈസ് മമ്മൂക്ക, വിനായകൻ ചേട്ടൻ ആൻഡ് ബാക്കി ഇത്രയും ആർട്ടിസ്റ്റുകളും ഉണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്കിന് അതൊരു നല്ലൊരു കോളായിരുന്നു അത്. സോ അങ്ങനെയാണ് ഞാൻ ഇന്നായത്. ആൻഡ് ഷൂട്ടിംഗ് ടൈമിൽ പോർഷൻസ് ആദ്യം അയച്ചു തരിക, അതിൻ്റെ ബേസിസിലുള്ള ലേണിംഗ് എല്ലാം നടക്കുക. ആൻഡ് ബട്ട് ഈ പറയുന്ന പോലെ പെട്ടെന്നാണ് ആ പോർഷൻസ്. അത്ര ടൈം ഉണ്ടെങ്കിലും ഭയങ്കര സ്മൂത്ത് ആയിട്ടും ഭയങ്കര കൂളായിട്ടും ഭയങ്കര പെട്ടെന്നാണ് ആ പോർഷൻസ് എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതും നമ്മള് ആ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തത്. ഇനിയും കുറച്ചുകൂടി ഡ്യൂറേഷൻ കൂട്ടി വർക്ക് എല്ലാവരുടെയും പ്രശ്നം എന്താ ചെയ്യാൻ പോണേന്ന് അറിയായിരുന്നു. എനിക്ക് എന്താ ഞാൻ സീൻ ചെയ്യാൻ പോകുന്നത്, എന്റെ ഡയലോഗ്, അതൊക്കെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ മാത്രം ഒന്നും അറിയാതെ അത് ശരി. സീരിയസ്ലി ഞാൻ ചെന്നപ്പോ ഹഷ്മിയേട്ടൻ എങ്ങനെയോ നടക്കുക. അപ്പൊ എന്നോട് പറഞ്ഞു നമുക്ക് ഡയറക്ടറിനെ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു ഡയറക്ടറിനെ കാണാം. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് മമ്മൂക്കയുടെ ബാക്കിൽ നടന്നു പോകുന്നു, സൈഡില് ക്രൗഡിന്റെ കൂടെ നിന്ന് കൈയടിക്കുന്നു, മമ്മൂക്കനെ കാണാമല്ലോ. അപ്പൊ ഞാനിങ്ങനെ നടക്കുമ്പോ ചോദിക്കുന്നുണ്ട്, ചേട്ടാ എന്ത് ക്യാരക്ടറിലേക്കാ, എന്ത് റോളാ? മമ്മൂക്കയുടെ കാമുകിയായിട്ട്. അപ്പൊ ഞാൻ വെച്ചെന്നെ ആക്കിയതല്ലേ. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു ഒരു ദിവസം വിളിക്കും. പിന്നെ എനിക്ക് ഡയലോഗ് തന്നപ്പോ അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് മമ്മൂക്ക. അപ്പൊ ഞാനിങ്ങനെ നോക്കിയിട്ട് ശരിക്കുമായിരുന്നു അല്ലേ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് മമ്മൂക്കയുടെ കൂടിയാ ചെയ്യാൻ പോണേന്നുള്ളത്. അതെങ്ങനെ മമ്മൂക്കാന്ന് കേട്ടത് നമ്മൾ ഓടി ഇറങ്ങിയല്ല, ആരെന്താ നമ്മൾ നോക്കല്ലോ ഇല്ലയോന്നൊന്നും
നമ്മൾ ചിന്തിക്കാൻ വരുന്നില്ല അവിടെ പോവാ ചെയ്യാ. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തർ ക്യാരക്ടേഴ്സ് ഇപ്പം ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് അതിൽ പോർട്രേ ചെയ്തിരിക്കണം. ഒരാൾ തമിഴ്, ഒരാൾ മലയാളം, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ ധന്യയുടെ ക്യാരക്ടർ തമിഴ്, അത് എക്സാക്ട് ആ ഒരു മുക്കുത്തിയൊക്കെ ഉണ്ടായിരുന്നില്ലേ അതില്? മൂക്കുത്തി ഉണ്ടായിരുന്നു, ബുഗാടി ഉണ്ടായിരുന്നു, കമ്മല്, കമ്മൽ, നല്ല ജുംക്കിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, തമിഴ് പൊട്ട്. അതെ അത് കറക്റ്റ് ഒരു തമിഴ് കുട്ടി. ചിരിയുണ്ട്. അത് ഞാൻ ഇവളുടെ ചിരി വാസ് മൈ ഫേവറേറ്റ് ചിരി അല്ലേ? ഇപ്പൊ ചാവാൻ പോവാ. ആർക്കറിയാം ഫ്യൂച്ചർ എങ്ങനെയാണെന്ന്. ഹൗ അബൌട്ട് യു ഗൈസ്? എന്റെ അടുത്ത് പറഞ്ഞ സിറ്റുവേഷൻ ഇസ് ലൈക്ക് ഇങ്ങനത്തെ ഒരു സീക്വൻസ് ആണ് വേറെ മമ്മൂക്ക എങ്ങനെ ആൾക്കാരെ കൊല്ലുന്ന അതിന്റെ ഒരു പ്രോസസ്സിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം വരും. ആൻഡ് ദർ ഇസ് ദിസ് വൺ ഷോട്ട്. എന്റെ പ്രാക്ടീസ് മോർ ദാൻ ദിസ് വാസ് ലൈക്ക് ടു സിറ്റ് നെക്സ്റ്റ് ടു മമ്മൂക്ക വാസ് ദ ബിഗ്ഗസ്റ്റ്. എന്റെ വിറവലല്ല, ഐ സ്റ്റാർട്ടഡ് സ്വെറ്റിംഗ്. ഞാൻ മമ്മൂക്ക കണ്ടിട്ടുണ്ടല്ലോ, ഐ സ്റ്റാർട്ടഡ് സ്വെറ്റിംഗ്. ആൻഡ് ദെൻ ലൈക്ക് നമ്മളിങ്ങനെ ഷോട്ട് വെച്ചു. അപ്പൊ ഇപ്പൊ നമ്മളെ ഷൂട്ട് ചെയ്യുന്ന ബെഡിപ്പിന് ആദ്യം പറഞ്ഞ പോലെ ഇറ്റ് വാസ് എ ഗറാജ്. അത് ആക്ച്വലി ഒരു ഗറാജ് ആയിരുന്നു. അത് മാറ്റിയിട്ടാണ് അതൊരു ബെഡ്റൂം ആക്കിയത്. അപ്പൊ നമ്മളത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് മമ്മൂക്കയുടെ സൈഡിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒബ്വിയസ്ലി വെന്റിലേഷനും കുറവാണ്, പ്ലസ് ആൾക്കാരും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും, പ്ലസ് ടെൻഷനും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഐ സ്റ്റാർട്ടഡ് സ്വെറ്റിംഗ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും മമ്മൂക്ക വാസ് ലൈക്ക്, നീ എന്തിനാ ഇങ്ങനെ സ്വെറ്റ് ചെയ്യുന്നത്? അപ്പൊ ജസ്റ്റ് ലൈക്ക് ഞാൻ ആരുടെ അടുത്ത് ഇരിക്കുന്നത് പോലെ ഇടിയുണ്ടോ. മമ്മൂക്ക തന്നെ സംസാരിക്കുന്ന ലൈക്കോ എന്താ പറയാ, ദ ആക്ടർ, ദ മാഗ്നം, പുള്ളിയുടെ ഓറ, ലൈക്ക് ആ ഓറയ്ക്ക് ലിപ്സ് ഉണ്ട് ആൻഡ് ദാറ്റ് ലിപ്പ് മൂവ്സ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഡൗട്ട് പിടിക്കില്ലേ, ഭഗവാൻ ദിസ് മാൻ ഇസ് ടോക്കിംഗ് ടു യു, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ. ആൻഡ് ദെൻ ഈ സീനിലേക്ക് ഐ ഹാവ് ടു ടച്ച് മമ്മൂക്ക. അപ്പൊ അതിന്റെയും പേടിയുണ്ട്, ലൈക്ക് ഹൗ വിൽ യു ഡു ഇറ്റ്, ബിക്കോസ് ഇറ്റ്സ് ആ സ്പേസ് എനിക്ക് കട്ട് ചെയ്യാൻ ഇച്ചിരി സമയം എടുത്തു. ബട്ട് അത് കഴിഞ്ഞിട്ട് ജിത്തിൻ കെയിം, എന്റെ ഡയറക്ടർ ജിത്തിൻ ഗിജോസ്, ജിത്തിൻ, മീ ആൻഡ് മമ്മൂക്ക നമ്മളൊരു ചെറിയ കുട്ടി റിഹേഴ്സൽസ് വി ഡിഡ് ഫോർ ദ ഡയലോഗ്സ്. ഐ ഗെസ് ഒരു 4-5 റിഹേഴ്സൽ ആകുമ്പോഴത്തേക്കും ഒരു ഫ്ലോ കിട്ടി. ടപ്പ് വി ടുക്ക് ദ ഷോട്ട്, ഇറ്റ് വാസ് സോർട്ടഡ്. ലൈക്ക് എങ്ങനെ കണ്ണ് ചെമ്മത് പോലെ ആയിരുന്നു ആ ഷൂട്ട് നടന്നത്. അതെ, പൊളി. അനുപമ? എനിക്ക് ഈ പറഞ്ഞ പോലെ ഡയലോഗ്സ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ, ഞാൻ ഏതോ ഒരു മമ്മൂക്കയുടെ ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട്, മമ്മൂക്ക ഇങ്ങനെ പറയുന്നത്, ഈ പുതിയ പിള്ളേർ വന്നിട്ട് ഡയലോഗ് തെറ്റിക്കും, എന്നിട്ട് പറയും നമുക്ക് ഇരിക്കുമ്പോൾ ടെൻഷൻ ആയിട്ടാണെന്ന് പറയും, മര്യാദക്ക് ഡയലോഗ് പഠിക്കാതെ വന്നിട്ട് മമ്മൂക്ക ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഇത് പറയുന്നത് എനിക്ക് ആ ഇന്റർവ്യൂ കണ്ടപ്പോഴേ അതെനിക്ക് സ്ട്രൈക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഷൂട്ടിന്റെ തലേ ദിവസം മുഴുവൻ ഞാൻ ഇതാ ടെൻഷൻ അടിച്ചോണ്ടിരുന്നത്, എങ്ങാനും ഇത് തെറ്റിയിട്ട് ഒരു പോസിബിലിറ്റി. കാരണം നമ്മള് ഒബ്വിയസ്ലി എന്തായാലും പുള്ളിനെ കാണുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, നമുക്കറിയാം. അപ്പൊ ഇനി ഡയലോഗ് തെറ്റിച്ച് ഞാൻ കാരണം ആളുടെ ടൈമും പോവാണ്, എങ്ങാനും വഴക്ക് കിട്ടിയാ തീർന്നില്ലേ. അപ്പൊ ആ ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. സോ ഐ വാസ് വെൽ പ്രിപ്പയർഡ്. പിന്നെ മേഘ പറഞ്ഞ പോലെ മമ്മൂക്കനെ കാണുമ്പോ അതെങ്ങനെ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഞാൻ നേരത്തെ നടന്നില്ലടാ. I have gone through this series a lot of time. നമ്മളിങ്ങനെ കുറെ സംഭവങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ എന്തൊക്കെയോ ചോദിക്കണം, ഒരു സെൽഫി ഒക്കെ എടുക്കണം, എന്നിട്ട് മമ്മൂക്കയോട് കുറെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാരവന് റെഡി ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ മമ്മൂക്ക അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ കണ്ടപ്പോ നമ്മൾ ഈ തലയൊക്കെ ഒന്ന് ഫ്രീസ് ആവില്ലേ, ലിറ്ററലി അതായത് ഇങ്ങനെ ഫ്രീസ് ആയ പോലെ ഒരു മിനിറ്റിലേക്ക് ഒന്നുമില്ല തലയിൽ, ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട്. പഠിച്ച ഡയലോഗ് മറന്നു, മമ്മൂക്കയുടെ എന്ത് സംസാരിക്കണം, പോയിട്ട് ഇനി ഫസ്റ്റ് എന്താ ചെയ്യാൻ പോണേ, ഹലോ എന്ന് പറയണോ, ഹായ് എന്ന് പറയണോ, മമ്മൂക്കാന്ന് പറയണോ, ഒന്നും തിരിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പോയി നമുക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കി വെച്ച് നിൽക്കുന്ന ഒരാളാ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനെ പോലുള്ള ആൾക്ക്, എന്നെ പോലെ ഫസ്റ്റ് ടൈം വരുന്ന ഒരാളോട് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. പക്ഷെ നമ്മൾ വളരെ കംഫർട്ടബിൾ ആക്കി, നമ്മളോടൊന്ന് സംസാരിച്ച് കൂളാക്കി, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അദ്ദേഹത്തിന്. പിന്നെ നമുക്ക് മമ്മൂട്ടി കമ്പനി എപ്പോഴും നമ്മളെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഇതാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം മമ്മൂട്ടി കമ്പനീനെ കുറിച്ചിട്ട്. ഇത് പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഷോട്ടിന്റെ സമയത്ത് മമ്മൂക്ക മറ്റേ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. മമ്മൂക്ക ഹാഡ് മമ്മൂക്ക എന്റെ അടുത്ത് ചോദിച്ചു, ആർ യു കംഫർട്ടബിൾ ഇഫ് ഐ സ്മോക്ക്? ആൻഡ് ഐ വാസ് ലൈക്ക് സോ സ്റ്റണ്ടഡ് ടു ഹിയർ. അതെനിക്ക് ഒത്തിരി ഇറ്റ് വാസ് ലൈക്ക് റിയലി ഗുഡ് ടു നോ ദാറ്റ് മമ്മൂക്കയുടെ പോലെ ഒരു ആക്ടർ അങ്ങനത്തെ ഒരു സ്പേസിൽ ഈ ക്യാൻ ഈസി പീസി ഡു റെസ്പെക്റ്റീവ് ഓഫ് ഹു ദ കോ ആക്ടർ ഇസ്. പക്ഷെ മമ്മൂക്ക അറ്റ് ദി കേർട്ടിസ് അപ്പൊ ഐ വാസ് ലൈക്ക് ഓ ഡാം, ലൈക്ക് അത്രയ്ക്കും ഗ്രൗണ്ടിങ് ഓഫ് എ ഹ്യൂമൻ ബീങ് മേക്സ് ഹിം ഈവൻ മോർ ബിഗർ. അപ്പൊ അതായിരുന്നു ഇപ്പൊ പെട്ടെന്ന് താൻ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത്. ലൈക്ക് ആക്ച്വലി ഹി അറ്റ് ദി എന്റെ അടുത്ത് സ്പേസ്, എന്റെ സ്പേസ് അറിഞ്ഞിട്ടാണ്
എല്ലാം കംഫർട്ടബിൾ ആക്കി. അതുപോലെ ധന്യയുടെ ഇപ്പം കളങ്കാവല് നമുക്ക് ജസ്റ്റ് സൈഡിൽ മാറ്റി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ധന്യനെ നമുക്കൊക്കെ അറിയാവുന്നത് പൃഥ്വിരാജിന്റെ കൂടെ പൃഥ്വിരാജിന് അത്രയും ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് റോള് ചെയ്തെന്നാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു എപ്പിക് സീനൊക്കെ ഉണ്ടായിരുന്നല്ലോ അതില്, തുപ്പണത്. ഞാൻ ക്ലബ് FM ശിഖ ചേച്ചി ഇല്ലേ, ശിഖ കോഴിക്കോട് ചേച്ചി അയ്യപ്പനും കോശിയും കഴിഞ്ഞ് ശിഖ ചേച്ചിയുടെ കൂടെ ക്ലബ് FM തന്നെയാണ് ഇന്റർവ്യൂ കൊടുത്ത ഫസ്റ്റ് എക്സ്പീരിയൻസ് അതായിരുന്നു എന്റെ. ഓ പൊളി. അപ്പോ ആ എക്സ്പീരിയൻസും ഭയങ്കര ബ്യൂട്ടിഫുള്ളും ക്ലോസ് ടു ഹാർട്ടും ആണ്. ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സച്ചേട്ടൻ ഭയങ്കരമായിട്ടും ഒരു അടിപൊളി ക്യാരക്ടറാണ് എനിക്ക് തന്നത്, ജെസ്സി. ഇപ്പോഴും ആൾക്കാർ ഇന്നലെ നമ്മള് പോയ സ്പേസില് ദേ ആർ അപ്രീഷിയേറ്റിംഗ് അഭിജ ആൻഡ് അലോങ് ദേ ആർ സെയിങ് ദാറ്റ് ജെസ്സിനെ കണ്ടപ്പോ തൊട്ട് പറയണമെന്നുണ്ടായിരുന്നു. സോ അത് ഇപ്പോഴും ആൾക്കാർക്ക് അത്രയും സ്പെഷ്യൽ ആണ് ആ ക്യാരക്ടർ. ആ ക്യാരക്ടറിന്റെ അത്രയും ഇമോഷൻസും അത്രയും ഡെപ്തും വെച്ചാണ് സച്ചേട്ടൻ അത് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ഈ പറയുന്ന പോലെ മമ്മൂക്ക, രാജുവേട്ടൻ, ബിജു ചേട്ടൻ വർക്ക് ചെയ്ത ഏത് ആക്ടർ ആയാലും എനിക്ക് തോന്നുന്നു അവര് നമുക്ക് ആ സ്പേസ് അങ്ങ് ഓപ്പൺ ചെയ്ത് തരുക. ലൈക്ക് നമ്മള് ന്യൂ ആണോ, നമ്മളിപ്പം വന്നതേ ഉള്ളോ, അങ്ങനത്തെ ഒരു ഇതില്ല. അവര് അവരുടെ ക്യാരക്ടറിൽ വർക്ക് ചെയ്യുന്നു ആൻഡ് ദേ ആർ ലെറ്റിംഗ് അസ് വർക്ക്. നിങ്ങൾ ചെയ്തോ, വി ആർ ടേക്കിംഗ് ഇറ്റ്, വി വിൽ ഗിവ് യു ബാക്ക് എന്ന് പറഞ്ഞ അവര് അവിടെ നിക്കാണ് സ്ട്രോങ് ആയിട്ട്. അപ്പൊ നമുക്ക് അവരുടെ ഒരു സെക്കൻഡ് തോട്ട് ഇല്ല, നമ്മളും ആ സ്പേസ് ഫുള്ളായിട്ട് എടുത്ത് പെർഫോം ചെയ്യാന്നുള്ളതേ ഉള്ളൂ അവിടെ. അപ്പോ ജെസ്സിയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ്. ആൻഡ് അപ്പോ ഞാൻ സച്ചേട്ടനെ മിസ് ചെയ്യാറുണ്ട്. എവറി ഡേ ഐ തിങ്ക് അബൌട്ട് ഹിം ബിക്കോസ് ഈവൻ ഔട്ട് ഓഫ് കേരള ഞാൻ പോകുമ്പോഴും ഞാൻ ഒരു ചെന്നൈക്ക് ഒരു ഷോയിൽ പോയി. ആൻഡ് റീസെൻ്റ്ലി ഐ വെന്റ് ഫോർ എ ഷൂട്ട് അറ്റ് ബോംബെ. സോ ദേ ഓൾ ടോക്ക് അബൌട്ട് ദിസ് ക്യാരക്ടർ. അപ്പൊ ആൾക്കാർക്ക് അത്രയും ഇഷ്ടമായി അതെനിക്ക് ക്യാരക്ടർ. കൊറേ നാളത്തേക്ക്, അല്ലെങ്കിൽ അതൊരു ചില റോൾസ് ഇങ്ങനെ സ്ട്രൈക്ക് ആവുമല്ലോ ചില പടത്തില്, അതുപോലെ ഒരു റോളായിരുന്നു ജെസ്സിയുടെ റോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത്? സിനിമ എന്ന് പറയുന്ന ഫീൽഡ് ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ച്, നിങ്ങൾ അതിനുവേണ്ടി പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ എത്തിയ ആളുകളാണോ? ചോദിക്കുന്നൊക്കെ എനിക്ക് കുറച്ച് പറയാനുണ്ട്, എനിക്ക് 10 പറയാനുണ്ടെന്നൊക്കെ ഇറങ്ങിക്കോ. ഞാൻ പറയാം. എടാ, ഈ മിക്കവാറും എല്ലാ പെൺകുട്ടി, ഇപ്പൊ ഞാൻ പെൺകുട്ടി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ അറിയുള്ളൂ. മിക്കവാറും എല്ലാ പെൺകുട്ടികൾക്കും നമുക്ക് ഈ പണ്ടേ മൂവിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. അതായത് നായികയുടെ സ്ലോ മോഷൻ മുടി ഇങ്ങനെ പടർത്തി വരുന്ന, നമ്മളും മിററുടെ ഒക്കെ മുൻപിൽ നിന്ന് ദീപിക പടുക്കോണൊക്കെ പോലെ. അതെ, നമ്മൾ ചിന്തിക്കുന്നതിന് നമുക്ക് അങ്ങനെ ലിമിറ്റേഷൻ ഒന്നും ഇല്ലല്ലോ. നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കണം. ഐശ്വര്യ, ദീപിക അങ്ങനെ ചിന്തിക്കണം. പിന്നെ ഈ കാറ്റൊക്കെ പുറത്ത് വരുമ്പോ നമുക്ക് പിന്നെ ഫാനൊന്നും അടിച്ചേരാൻ ആരില്ല. കാറ്റൊക്കെ വരുമ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് നമ്മളെ തന്നെ അങ്ങനെ ചിന്തിച്ച്, അല്ലേ? അതായിരുന്നു ഫസ്റ്റ് നമ്മള് എന്താ പറയാ ഒരു പ്രാക്ടീസ്. അതായിരുന്നു മിററിന്റെ മുൻപിലുള്ള പ്രാക്ടീസ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വരുന്നത് ഒരു ഗ്രാമത്തിൽ നിന്നാണ്. കണ്ണൂരിൽ ചെങ്ങൽ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസ് നിന്നാണ് വരുന്നത്. അപ്പോൾ മൂവിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ എൻ്റെ ഫാമിലിയിലോ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലോ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളവരോ മൂവിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ചുമ്മാ ഇങ്ങനെ ഇമാജിൻ ചെയ്തൊക്കെ ഇരിക്കാം. ഒരിക്കലും നടക്കാത്ത എന്നാൽ നമുക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ സോഷ്യൽ മീഡിയാസ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു. എല്ലാവരെയും പോലെ മിക്കവാറും പേരെ പോലെ കോവിഡ് സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഇൻസ്റ്റഗ്രാം. ശരിക്കും ഞാൻ കോവിഡ് സമയത്താണ് ആദ്യമായിട്ട് ഇൻസ്റ്റഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 1-2 ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്തപ്പോൾ അത്യാവശ്യം കുറച്ച് ആൾക്കാർ നല്ല റെസ്പോൺസ് വന്നു. അപ്പോൾ നമുക്കൊരു ഉള്ളുന്നൊരു തോന്നലുണ്ടാവുമല്ലോ, എത്തിപ്പെടാൻ വഴി തുറന്നു കിട്ടി എന്നുള്ളൊരു സംഭവം തുറന്നു. അങ്ങനെയാണ് ഞാൻ മൂവിയിലോട്ട് വരുന്നത്. ഫസ്റ്റ് മൂവി എഴുത്തോല. അതും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മൂവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഒബ്വിയസ്ലി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷെ ഹാർഡ് വർക്കിനപ്പുറം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി, ഒരു പ്ലാറ്റ്ഫോം തരാൻ ഡയറക്ടേഴ്സ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ആക്ടേഴ്സ് ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് അതൊരു സർക്കിൾ ആണല്ലോ. അപ്പൊ നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു ലക്ക് കൂടിയാണ് ഒരു പരിധി വരെ. നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാം എന്നുള്ളത് ഒരു ലക്ക് കൂടിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ ജേർണലിസം ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് അതിന് മുന്നേ ചെയ്ത മാറിവാനസിൽ. ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കിനും നമുക്ക് പ്രോജക്ട്സ് വരുമല്ലോ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പ്രോജക്ട് ചെയ്യണം. അപ്പോ മാസ് കമ്മ്യൂണിക്കേഷൻ കുറച്ച് പോകുമ്പോഴത്തേക്കിനും ജേർണലിസം ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ശരിയാവുന്നില്ല.
അപ്പോൾ എന്താ എന്നാ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ക്ലാസ്സിന്റെ പ്രോജക്റ്റ് തന്നെയാ, നീ ഒന്ന് ആക്ട് ചെയ്യതില് എന്ന് പറയുന്നത്. അപ്പൊ ശരി ആക്ട് ചെയ്ത് നോക്കാന്ന് വെച്ച. അപ്പൊ അങ്ങനെ അതിന് മുന്നേ തൊട്ട് ഒരു എക്സ്ട്രാ ആക്ടിവിറ്റീസും ഒരു വകയില്ലാത്ത ആളാ ഞാൻ. ഒരു ഡാൻസിന് പോകണമെന്നോ ഒന്നും ഒരു പരിപാടിയില്ല. ആൻഡ് 3rd ഇയർ ആകുമ്പോഴത്തേക്കിന് ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ റഷീദ് മാഷ് എന്ന് പറയുന്ന മാഷിന്റെ ഒരു പ്ലേയില് പെർഫോം ചെയ്തു. അതൊരു ഭയങ്കര ചെറിയ സീക്വൻസസ് ആയിരുന്നു, അതിൽ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിയേറ്റർ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഞാനിങ്ങനെ കുറച്ച് തിയേറ്റർ ഓഡീഷൻസ് ഒക്കെ ചെയ്തു, എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട്. ആ ഓഡീഷൻ വഴി കുറച്ച് ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു. അവരാണ് SSUS സജസ്റ്റ് ചെയ്തത് MA തിയേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. But MA theatre was really beautiful and meaningful for me. കാരണം അവിടെ നമുക്ക് കിട്ടുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. നമ്മൾ എപ്പോഴും തിയേറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ജൂനിയേഴ്സ് ആകുമ്പോൾ സീനിയേഴ്സിന്റെ പെർഫോമൻസിൽ നമ്മൾ ആക്ടിങ് ആയി ഇഷ്ടമെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യണം. ഇപ്പൊ ഇന്ന് പെർഫോമൻസ് ഉണ്ട്, നാളെ വയ്യാന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. നാളെയും പെർഫോം ചെയ്യണം. ചിലപ്പോൾ ഒരു ദിവസം 2 പെർഫോമൻസസ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റഡിയും ലൈഫിലോട് കുറച്ചുകൂടി ക്ലോസ് ആയത് ഞാൻ ആ മൊമെന്റിലാണ്. കുറച്ചുകൂടി ഡീറ്റെയിലിങ്ങും ആൾക്കാരെ ഒബ്സർവിങ്ങും ശ്രദ്ധിക്കുന്നു. ആൻഡ് അവിടെ വെച്ചാണ് ഞാൻ ഫിക്സ് ചെയ്യുന്നത് ദാറ്റ് ഐ ലവ് ആക്ടിങ്. ലൈക്ക് എല്ലാവർക്കും പ്രശ്നമുള്ള പോലെ വീട്ടിൽ നമ്മുടെ ഒരു കൺസേൺ കാരണം ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു അമ്മയും പപ്പയൊക്കെ. ബട്ട് സപ്പോർട്ട് ചെയ്തു. ആൻഡ് ഞാൻ എങ്ങനെയൊക്കെയോ ഹോൾഡ് ചെയ്ത് ഞാൻ തുറമുഖം ആദ്യമേ മൂവിക്ക് മുന്നേ നാടകമായിട്ടാണ് വന്നത്. അപ്പം തുറമുഖം ഗോവൻ മാഷാണ് അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തത്. കുറച്ച് നാള് മുന്നേ കുറച്ച് ഫോട്ടോസ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയോ ലാലുവേട്ടൻ 41 സ്ക്രിപ്റ്റ് റൈറ്റർ പ്രഗീഷ് ഏട്ടൻ കണ്ടു. ആൻഡ് they called me after Binale, after തുറമുഖം. Before that also അതിരനില് ഒരു ചെറിയ സ്പേസിൽ ഞാൻ 41 മുന്നേ ഉണ്ട്. അത് ഒത്തിരി ശ്രദ്ധിക്കാൻ പറ്റില്ല, ഒരു മൈന്യൂട്ട് ഒരു സ്ഥലത്ത് വരുന്നുണ്ട്. ഒരു ഫസ്റ്റ് മൂവി ക്യാമറ എക്സ്പീരിയൻസ് എനിക്ക് അവിടെ നിന്നാണ് ഉണ്ടാവുന്നത്. അതിനുശേഷം പിന്നെ അയ്യപ്പനും കോശിയിലും ചെയ്തു, ജനഗണമന, ഭീഷ്മപർവം, പിന്നെ അങ്ങനെ ഞാൻ നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾക്ക് ഇന്നൊരു റോള് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്ത് റോളായിരിക്കും? നമുക്ക് ഒരു ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ നവ്യ ചേച്ചിയുടെ ഒക്കെ ആ ഒറ്റ ബാലാമണി എന്നുള്ള ഒരു ക്യാരക്ടർ. ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും എപ്പോഴത്തേക്കും അതൊരു ഹിസ്റ്ററി പോലെയാണ്. നമുക്കിടെ ഒക്കെ മൂവി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ചില മൂവിനോട് ചില ക്യാരക്ടേഴ്സിനോട് അങ്ങനെ ഒരു തോന്നുമല്ലോ. അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് എപ്പോഴും ആൾക്കാർ കാണുമ്പോൾ ആ ക്യാരക്ടറിനെ പറ്റി പെട്ടെന്ന് ആ ക്യാരക്ടറിനെ ഓർക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്നാണ് ആഗ്രഹം. അത് ഇന്ന ക്യാരക്ടർ എന്നൊന്നുമില്ല, ഇന്നും ചെയ്യും. അതുപോലെ റോൾ എനിക്ക് ഓൾറെഡി ജെസ്സിക്ക് കിട്ടി ആയിട്ടുണ്ട്. അല്ലാതെ ഇനി എന്തെങ്കിലും ഉണ്ടായി പറഞ്ഞൊരു ആസ് എൻ ആക്ടർ അതൊരിക്കലും നിക്കില്ലല്ലോ, ഇത് ചെയ്യണം അത് ചെയ്യണം അങ്ങനത്തെ ഒരു ബോണ്ട് മാറില്ല. ബോർഡ് ആവരുത്, നമ്മള് ബോർഡ് ആവരുത്, നമ്മളെ കാണുന്നവരും ബോർഡ് ആവരുത്. ലൈക്ക് യൂഷ്വലി സീയിങ് മീ ഇൻ എ സെയിം വേ എവറി ടൈം. ആൾക്കാരും ബോർഡ് ആവരുത്. എന്താ ധന്യ ഇത് വീണ്ടും ഇങ്ങനെയോ എന്ന് അവർക്ക് തോന്നരുത്. അവിടെ തന്നെ What? No, I was in this sentence like as an actor നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ ലിബർട്ടി ടെൽ മീ ഏത് പ്രൊഫഷൻ. അപ്പൊ ഞാൻ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു, ലൈക്ക് ഈ പ്രൊഫഷൻ ആണ് ഇങ്ങനത്തെ ഒരു ലിബർട്ടി ഉള്ളത്. ലൈക്ക് യു ക്യാൻ ഡു എനി ക്യാരക്ടർ, യു ക്യാൻ ബി എനിവെയർ, യു ട്രാവൽ എനിവെയർ, യു സീ എനിത്തിങ്. ലൈക്ക് എന്താണെങ്കിലും നടക്കാവുന്ന ഒരു പ്രൊഫഷൻ ആണ് ആക്ടിങ്. ഈവൻ ഇഫ് നമ്മളിപ്പം പറയുന്ന പോലെ നമുക്ക് സ്ക്രിപ്റ്റ് ഉണ്ട്, പ്രിപ്പറേഷൻസ് ഉണ്ട്, എല്ലാം പരിപാടി ഉണ്ട്. പക്ഷെ വെൻ യു വേക്ക് അപ്പ് ദ ഡേ ഓഫ് യുവർ ഷൂട്ട് ഇസ് സംതിങ് എൽസ്. അതുപോലെ നമുക്കിനിയിപ്പോ ഏകദേശം ഒരു എൻഡിലേക്ക് എത്താനുള്ള സമയം. പാട്ട് പഠിച്ച സ്ഥിതിക്ക് ഒരു 2 പേര് പാട്ട് ഇടരുതല്ല, എങ്ങനെയുണ്ടേ? അവിടുന്ന് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒരു ഫംഗ്ഷനിൽ പോയപ്പോ പാടിയിട്ട് എനിക്ക് പൈസ തന്നടാ.
ടവല് പോലില്ലാതെ പൈസ അപ്പൊ നിനക്ക് ആക്ച്വലി ചോദിക്കേണ്ടത് കേക്ക് അതിനല്ല പൈസ തന്നത്. എന്നിട്ട് പൈസ എന്നിട്ട് പറഞ്ഞു മോളെ ഇനി പാടും. ഒന്നിനും നമ്മൾ പാട്ട് പഠിച്ചിട്ടാ. Literally this happened. Really? ആ, സത്യം. ആ പാട്ടൊന്നും ഇപ്പൊ ഇവിടെ പാടാൻ പറ്റുമോ? എടാ വേണ്ടടാ, കമ്മോണ്ട്രാ. വേണ്ടടാ, വേണ്ട, അത് തകർന്നു പോകും. ഓരോന്ന് ഓർമ്മിപ്പിക്കല്ലേ. ഓർമ്മിപ്പിക്കലേ, വേണ്ട. ഇത് പാടും, മേഘ പാടും. ഇല്ല ഞാൻ ഐ തിങ്ക് അതിലെ വരുന്നില്ല കായം അത് പാടാൻ അങ്ങനെ ഉണ്ടായി. ഇല്ല സത്യമായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. യു തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് ദാറ്റ്. പാട്ട് പാടാം, ഡാൻസ് കളിക്കാന്നൊക്കെ എന്റെ അടുത്തേക്ക് ഇഫ് യു ടെൽ മി ദാറ്റ്സ് ഫോർ ദ സിനിമ ഐ ഡോണ്ട് നോ. എന്റെ എവിടെയോ എവറിത്തിങ് ഹോർമോൺസ് എവറിത്തിങ് വർക്ക് ടുഗദർ. ബാക്കി എല്ലായിടത്തും ഞാനില്ല പോന്നൊക്കെ ഡാൻസ് വാ ഡാൻസ് കളിക്കാം. ഡാൻസിനൊക്കെ എന്തോന്ന് പഠിക്കും. കമ്മോൺ നീ എന്തൊക്കെ അടിച്ചിരിക്കുന്നു. ആദ്യം പാട്ട് നടത്താൻ പറഞ്ഞപ്പോഴത്തേക്കും ഡാൻസ് അതൊരു ഹാപ്പിനെസ് ആ. ഉറപ്പായിട്ടും പിന്നെ അത് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മള് കളിച്ചോളണം. നമ്മള് കളിക്കണം. അതൊക്കെ അത്രേ ഉള്ളൂ. ഞാനൊക്കെ അങ്ങനെയാ. അപ്പൊ നമുക്ക് ഡാൻസ് കളിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡാൻസ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഒരേ പൊളി. ഡു ഇറ്റ് റൈറ്റ്. ചെയ്യണം. ഓക്കെ ഡൺ. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അലി പറഞ്ഞ പോലെ ഒരു അടിപൊളി റോൾസ് ആണ് നിങ്ങൾക്ക് മൂന്നാൾക്കും കിട്ടിയേക്കണത്. ആൻഡ് ഇനി ഇതുപോലത്തെ അടിപൊളി റോൾസ് ഒക്കെ ചെയ്യാൻ പറ്റട്ടെ. നിങ്ങളുടെ ആഗ്രഹം പോലെ ഇനിയും യുണീക്കായിട്ടുള്ള എല്ലാവരും എപ്പോഴും ഓർത്തിരിക്കണ കുറേ അടിപൊളി റോൾസ് കിട്ടട്ടെ. ഇപ്പം അനുപമ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിററിൽ നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. എന്നെ പോലുള്ളവർക്കും അത് ഭയങ്കര ഇഷ്ടമായി. കാര്യം ഞാൻ കുറെ മിററിലൊക്കെ ഇപ്പോഴും നോക്കാറുണ്ട്. സോ ചാൻസസ് ആർ ദേർ. സോ വെൽ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരു 50 minutes പോയത് അല്ലേ, നല്ല എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റി. അടിപൊളിയായിരുന്നു. യു ആർ ഓസം. നന്ദിയുണ്ടേ. അല്ല അനുപമ നന്ദി. നിങ്ങൾക്ക് നമ്മള് സപ്പോർട്ട് ചെയ്യും. അല്ല ഇറ്റ് വാസ് ആക്ച്വലി ഫൺ. ഞാൻ ഇപ്പൊ കലംകാവലിന്റെ ഇപ്പോഴാണ് ഞാൻ ആദ്യത്തെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതും. സോ ഫോർ മീ ഓൾസോ ലൈക്ക് ഇറ്റ് വാസ് വെരി നൈസ്. ഇപ്പൊ വാമപ്പ് ആവുന്നതേ ഉള്ളൂ. നല്ലൊരു തുടക്കമാണ്. താങ്ക് യു. പൊളിക്കുക. ഓക്കെ താങ്ക് യു. Yes.